إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الإنسان خلق هلوعا إذا مسه الشر جزوعا فإذا مسه الخير منوعا إلا المصلين الذين هم على صلاتهم دائمون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും മുറുകെ പിടിച്ച് ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് അല്ലാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അല്ലാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരീ സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ അടിമകളായ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട വിനയത്തിന്റെയും വിധേയത്വത്തിന്റെയും ഏറ്റവും വലിയ അടയാളമാണ് 5 നേരം നിസ്കാരം നിലനിർത്തുക എന്ന് പറയുന്നത്. 5 നേരം മുറ തെറ്റാതെ നിസ്കരിക്കുന്നവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതുവഴി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭൗതികമായും ആത്മീയമായും ഉള്ള നേട്ടങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായത്. അതിനെ തുടർന്നുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിലൂടെ സൂചിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്. നിസ്കാരം എന്ന് പറയുന്നത് ആത്മീയമായി മാത്രമല്ല ഭൗതികമായും മനുഷ്യനിൽ സ്വാധീനിക്കുന്ന ഒരു ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ബാധിക്കുന്ന സമയത്ത് ആ പ്രയാസങ്ങൾ നീങ്ങുന്നതിനു വേണ്ടി ചെയ്തിരുന്ന കാര്യം നിസ്കാരമായിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. അബൂദാവൂദ് റഹിമഹുല്ല ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിലുണ്ട്, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ സല്ലാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതോ തരത്തിലുള്ള പ്രയാസം, ഹമ്മ്, മാനസികമായ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അത് നീങ്ങുന്നതിന് വേണ്ടി എന്താ ചെയ്യുക? സല്ലാ, നിസ്കരിക്കലായിരുന്നു. അപ്പൊ നിസ്കാരം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി നിർത്താനുള്ള ഒരു ഉപായമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കണ്ടിരുന്നു എന്നല്ല.
അത് വിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തുകളിലൂടെയും ആ ആശയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സൂറത്ത് മആരിജിൽ നിന്നുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നൽ ഇൻസാൻ, മനുഷ്യന്റെ അവസ്ഥയെപ്പറ്റി അല്ലാഹു തആല പറഞ്ഞു തരികയാണ്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ, തീർച്ചയായും മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഹലൂ ആയിക്കൊണ്ടാണ്. ഹലൂ എന്ന് പറഞ്ഞാൽ ധനത്തിനോടും സമ്പത്തിനോടും ഒക്കെയുള്ള അത്യാർത്തിയുള്ളവനാണ്. ആർത്തി എന്ന് പറയുന്നത് മനുഷ്യന്റെ കൂടപ്പിറപ്പാണെന്നർത്ഥം. അങ്ങനെ ആർത്തിയുള്ളവനായ മനുഷ്യന്റെ അയാളിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രവണത എന്താണ്? ഇദാ മസ്സഹു അശ്ശറു ജസൂഅ, അവൻ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസകരമായ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവനതാ പരിഭ്രമിച്ചു പോകുന്നു, പരിഭ്രമചിത്തനായിത്തീരുന്നു, ജസൂആയിത്തീരുന്നു. പ്രയാസകരമായ ഒരു കാര്യം മനുഷ്യന് വന്നു കഴിഞ്ഞാൽ അവൻ പരിഭ്രമിച്ചു പോകുന്നു. ഇനി വഇദാ മസ്സഹുൽ ഖൈർ, ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങളാണ് മനുഷ്യനുണ്ടാകുന്നതെങ്കിലോ മനൂഅ, അത് തടഞ്ഞു വെക്കുന്നവരാണ്. അപ്പൊ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, സൗകര്യങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നന്മ മാത്രം ഉണ്ടാകുക, നേട്ടങ്ങൾ മാത്രം ഉണ്ടാവുക എന്നത് മനുഷ്യനുണ്ടാവില്ല. നേട്ടങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ കോട്ടങ്ങളും പ്രയാസങ്ങളും മനുഷ്യ ജീവിതത്തിൽ സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോ അതാർക്കും കൊടുക്കൂല എന്ന് തടഞ്ഞു വെക്കലും, അതേപോലെ തന്നെ പ്രയാസകരമായ സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആകെ പരിഭ്രമചിത്തനായി പോവുകയും ചെയ്യുന്ന അവസ്ഥ പൊതുവെ മനുഷ്യന്മാർക്കുണ്ട്. എന്നിട്ട് ഖുർആൻ പറയുന്നു ഇല്ലൽ മുസല്ലീൻ, നിസ്കാരക്കാർക്കൊഴികെ. നിസ്കാരക്കാർ ഒഴിവാക്കാൻ ഈ പറയുന്ന ദൂഷ്യം ആർക്കുണ്ടാകൂല? നിസ്കരിക്കുന്നവർക്കുണ്ടാകൂല. അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, അവർ അവരുടെ നിസ്കാരത്തിൽ പതിവ് അനുസരിച്ച് ചെയ്യുന്നവരാണ്, പതിവ് തെറ്റിക്കൂല. അപ്പൊ ദിവസത്തിൽ 5 നേരം ജമാഅത്തായി ഫർളായി നിസ്കരിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മേൽ നിർബന്ധിച്ചിട്ടുള്ള നിർബന്ധ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അത് ആ ക്രമപ്രകാരം തെറ്റുകൂടാതെ ഒരാള് 5 നേരം നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ അത്തരം നിസ്കാരക്കാർക്ക് ഈ 2 സ്വഭാവ ദൂഷ്യം ഉണ്ടാവില്ല. അവൻ അല്ലാഹു തആല തന്നതൊക്കെ സ്വീകരിക്കാൻ തയ്യാറാണ്. സമ്പാദ്യങ്ങൾ അല്ലാഹു തആല തന്നാൽ അത് ഉപയോഗിക്കുന്നതോടുകൂടി അത് അർഹതപ്പെട്ടവൻ, അവകാശപ്പെട്ടവൻ കൊടുക്കാനും തയ്യാറാകും. അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നു കഴിഞ്ഞാൽ അതിനെ ക്ഷമയോടുകൂടി നേരിടാനുള്ള കെൽപ്പും അങ്ങനെയുള്ളവർക്കുണ്ടാകും. ആർക്ക്? നിസ്കാരം എന്ന് പറയുന്ന കാര്യം ജീവിതത്തിൽ ചിട്ടയായി പാലിക്കുന്നവർക്കുണ്ടാവുന്ന. ഇപ്പൊ നിസ്കരിക്കുന്നതുകൊണ്ടുള്ള നേട്ടമാണിത്. നിസ്കാരം എന്ന് പറയുന്ന ഒരു ഭൗതികമായ അർത്ഥത്തിൽ തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രയാസകരമായ സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്ത് മനുഷ്യന് നൽകുന്നതാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് അല്ലാഹു തആല നമ്മളോട് കൽപ്പിക്കുന്നത് വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ് ഫഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടുക. വസ്തഈനൂ, എന്തുകൊണ്ടാ സഹായം ചെയ്യണം? ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് സഹായം തേടണം. വസ്സലാഹ്, നിസ്കാരം കൊണ്ട് സഹായം തേടണം. 2 സംഗതി ഉണ്ടാകണം മനുഷ്യന്റെ ജീവിതത്തിൽ. ക്ഷമയും ഉണ്ടാകണം, നിസ്കാരവും ഉണ്ടാകണം. ആ 2 സംഗതികൾ കൊണ്ടാണ് അള്ളാഹുവിന്റെ സഹായത്തെ നിങ്ങൾ തേടേണ്ടത്. ഇപ്പൊ ക്ഷമ എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യത്തിലാണ് മനുഷ്യനുണ്ടാകേണ്ടത്? അള്ളാഹു തആല നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ നേരെ ചൊവ്വേ നമ്മൾ നിർവഹിക്കണമെങ്കിൽ നല്ല ക്ഷമ ഉണ്ടാകണം. നല്ല കച്ചവടവും ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളും, അതിനിടയിൽ 5 നേരം മാൻ കൊടുത്താൽ പള്ളിയിൽ പോകണമെങ്കിൽ നല്ല ക്ഷമയുള്ള ഒരാൾക്ക് മാത്രമേ തന്റെ ജീവിതത്തിന്റെ മറ്റു കാര്യങ്ങളൊക്കെ തൽക്കാലം കൊണ്ട് മാറ്റിവെച്ച് പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ പറ്റും. അത് ക്ഷമമാണ്. അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം നേരെ ചൊവ്വേ നിർവഹിക്കാൻ ഒരാൾ കഴിയണമെങ്കിൽ അയാൾ ക്ഷമ ഉണ്ടാകണം. അതേപോലെ തന്നെ അള്ളാഹു വിലക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യരുത് എന്നൊരാൾ തീരുമാനിക്കണമെങ്കിൽ, ചെയ്യാതിരിക്കാനുള്ള മാനസികാവസ്ഥ അയാൾക്ക് ഉണ്ടാകണമെങ്കിൽ അവിടെയും വേണമെന്ത്? ക്ഷമ. തെറ്റായ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും നന്മ പ്രവർത്തിക്കാനും രണ്ടിനും ഒരാളുടെ കയ്യിൽ ക്ഷമ ഉണ്ടാകണം. ആ ക്ഷമ കൊണ്ടുവേണം, ക്ഷമ മുന്നിൽ വെച്ച് കൊണ്ടുവേണം നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടാൻ. വസ്സലാ, നിസ്കാരം കൊണ്ട് നിങ്ങൾ തേടണം, അള്ളാഹുവിന്റെ സഹായം തേടണം. എന്നിട്ട് പറയുന്നു, എന്താ പറയുന്നത്? വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ.
നിസ്കാരം ക്രമപ്രകാരം നിർവഹിക്കുക എന്ന് പറഞ്ഞത് ഹാശിയങ്ങളല്ലാത്തവരായ ആളുകൾക്ക് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. നല്ല ഭയഭക്തിയുള്ള അള്ളാഹുവിനെ പേടിക്കുന്ന ഖുശൂ ഉള്ള ആളുകൾ അല്ല എങ്കിൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലും അവർക്ക് വീഴ്ചയുണ്ടാവും. അവർക്ക് ക്ഷമയുണ്ടാവില്ല, നിസ്കാരം നേരത്തെ ചൊവ്വേ നിർവഹിക്കാനും അവർക്ക് കഴിയുകയില്ല. അപ്പൊ എത്രമാത്രം പ്രാധാന്യമുള്ള, മനുഷ്യന്റെ ജീവിതത്തിൽ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ്. അവനവന്റെ ജീവിതത്തെ മുച്ചൂടും നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു കർമ്മമാണ് ബോധപൂർവം നിസ്കരിക്കുന്നവരായ ആളുകൾക്ക് അതുവഴി കൈവരുന്നത് എന്ന ആശയമാണ് നമുക്കിതിലൂടെ കിട്ടുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. യഅഖിദു ശൈത്താൻ അലാ ഖാഫിയത്തി റഇസി അഹദികും ഇദാ ഹുവ നാം സലാസ വഖത്. ഒരാള് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അയാളുടെ പിരടിയിൽ ശൈത്താൻ വന്നിട്ട് 3 കെട്ട് കെട്ടുന്ന സലാസ വഖത്, 3 കെട്ട് കെട്ടും. എന്നിട്ട് പറയും അലൈകലയിലുൻ തവീ, നിനക്ക് ദീർഘമായി ഉറങ്ങാൻ സമയമുണ്ട്, അതുകൊണ്ട് ഫർഖുത്, നീ ഉറങ്ങിക്കോ, സുഖനിദ്ര പ്രാപിച്ചോ എന്ന് ശൈത്താൻ നമ്മളെ മന്ത്രിക്കും. ആ ശൈത്താന്റെ മന്ത്രം അതേപോലെ തുടർന്നുകൊണ്ടാണ് ഒരാൾ രാവിലെ എണീക്കുന്നതെങ്കിൽ അയാൾ തനിച്ച കെസലാനായിരിക്കുന്ന. എന്നാൽ വേറൊരു കൂട്ടരുണ്ട്, അവരാരാണ്? ഉണരേണ്ട സമയത്ത് അയാൾ ഉണരുന്നു, ഉറക്കിൽ നിന്ന് ഉണരുന്നു, എന്നിട്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നു. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട്, ആ ദിക്ർ ചൊല്ലിക്കൊണ്ട് ആണ് ഒരാൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഇൻഹല്ലത്തു ഉഖദ, 3 കെട്ട് ശൈത്താൻ കെട്ടിയ 1ാമത്തെ കെട്ട് അവിടെ അയ്യും. അപ്പൊ ദിക്റിലൂടെയാണ് അത് അഴിഞ്ഞു പോകുന്നത്. രണ്ടാമത്തത് വഇൻ തവല്ലഅ, അയാൾ ഉണരുന്നു, വുളു എടുക്കുന്നു. വഇൻ തവല്ലഅ ഇൻഹല്ലത്തു ഉഖദ, 2ാമത്തെ കെട്ടും അയ്യും. ദീർഘമായി നീ ഉറങ്ങിക്കോ എന്ന് പറയുന്നവരായ ആ ഉപദേശം സ്വീകരിക്കാതെ രാത്രി എണീറ്റ് വുളു എടുത്ത് കഴിഞ്ഞാൽ 2ാമത്തെ കെട്ടയ്യും. ഫൈൻ സ്വല്ല, വുളു എടുക്കുന്ന എന്തിനാ? നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിലോ ഇൻഹല്ലത്തു ഉഖദ, 3ാമത്തെ കെട്ടും അയ്യും. അപ്പൊ ശൈത്താൻ കെട്ടിയ 3 കെട്ടും അഴിഞ്ഞു. എന്തൊക്കെ വേണ്ടത്? ഒന്ന്, നല്ല ദിക്റോടുകൂടി എണീക്കുക, കിടക്കുമ്പോൾ വേണം ദിക്ർ, ഉണരുമ്പോൾ വേണം ദിക്ർ, ആ ദിക്ർ ഉണ്ടാവുക. രണ്ടാമത്തത് വുളു ഉണ്ടാകുക, അവിടെ തന്നെ കിടക്കലല്ല, എണീക്കുക, വുളു എടുക്കുക, നിസ്കരിക്കുക. 3 സംഗതി ഉണ്ടാകണം. ഫഅസ്ബഹ നശീതൻ, ഇങ്ങനെ രാവിലെ എണീറ്റ് തഹജ്ജുദൊക്കെ നിസ്കരിക്കാൻ വേണ്ടി എണീറ്റ് രാവിലെ സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ ആരായെന്നറിയോ? ഫഅസ്ബഹ നശീതൻ തയ്യിബൻ നഫ്സ്, നല്ല മനസ്സുള്ള, സംതൃപ്തമായ മനസ്സുള്ള, നല്ല നശീതായ, ഉന്മേഷവാനായ, ആക്റ്റീവായ ഒരാളായി മാറുന്ന. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രാവിലെ സുബഹിക്ക് എണീക്കുന്ന ഒരു വ്യക്തി ആക്റ്റീവായിരിക്കും. സാധാരണയിൽ കടപ്പുറത്ത് പോകുന്നവരായ ആളുകൾ, കടലിൽ തോണിയായി പോകുന്നവരായ ആളുകൾ പോകുന്നതിന് മുമ്പ് എത്ര മോശക്കാരാണെങ്കിൽ രാവിലെ കൃത്യമായി സമയത്ത് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞിട്ടാണ് അവർ പോവുക. അതൊരു വിശ്വാസമാണ്, അത് മനസ്സിലുണ്ടാകുന്ന വല്ലാത്തൊരു സംതൃപ്തിയാണ്, അതൊരു നശീതാണ്, ഉന്മേഷം കിട്ടാനുള്ള വഴിയാണ്. നശീതൻ ത്വയ്യിബൻ നഫ്സ്, മനസ്സംതൃപ്തിയുള്ള നല്ല ഉന്മേഷവാനായി അയാൾക്ക് ജീവിക്കാൻ പറ്റും. ഇല്ല, ഈ 3 സംഗതികളും ഒരാളുടെ ജീവിതത്തിലെങ്കിലോ അസ്ബ ഖബീസൻ നഫ്സ്, അയാൾ മോശപ്പെട്ട വൃത്തികെട്ട മനസ്സിന്റെ ഉടമയാകും. കസ്ലാൻ, നേരത്തെ പറഞ്ഞ നശീതല്ല, അയാൾ അങ്ങേയറ്റം കസ്ലാനായിരിക്കും, മടിയനായിരിക്കും. അയാൾക്ക് ഒരു കാര്യത്തിലും ഉന്മേഷമുണ്ടാവുകയില്ല എന്നാ. അപ്പൊ ഉന്മേഷവാനായി ജീവിതത്തിലെ ആയുസ്സിലെ മുഴുവൻ സമയവും ഒരാൾക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ അയാളിൽ ഉണ്ടാകേണ്ട ഗുണാണ് വുളു എടുക്കുന്നവനാകുക, നിസ്കരിക്കുന്നവനാകുക, ദിക്റുള്ളവനാവുക എന്ന ആശയം അവിടെ കിട്ടി. അതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ നിത്യമായി നിലനിൽക്കേണ്ട കാര്യമാണ്. ഇനി ഒരാളുടെ ജീവിതത്തിൽ നിസ്കാരം നേരെ ചൊവ്വയാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അയാളുടെ ജീവിതത്തിന്റെ പാതി ശരിയായി നല്ല നിലക്ക് നിസ്കരിക്കാൻ കഴിയണം. അതിന്റെ ശുറൂത്തുകളും അതിന്റെ ഫുറൂലുകളും ഒക്കെ പാലിച്ചുകൊണ്ട് 5 നേരം നിസ്കരിക്കുന്നവരായ ആളുകൾ, അതിനു പുറമെ സുന്നത്തായ കാര്യങ്ങൾ ധാരാളമായി ചെയ്യുന്നവരായ ആളുകൾ, അയാള് ദീനിന്റെ പാതി ഭാഗം പൂർത്തിയാക്കി കഴിഞ്ഞു.
അങ്ങനെയുള്ള ആത്മീയമായ ചൈതന്യത്തിന് പുറമെ ഈ പറഞ്ഞ ഭൗതികമായ എല്ലാ ഗുണങ്ങളും നിസ്കരിക്കുന്നവരായ ഒരാൾക്കുണ്ടാകുന്ന അൽ ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദീനുൽ ജമാലി വൽ കമാൽ. അത് സൗന്ദര്യത്തിന്റെ ദീനാണ്, അത് സമ്പൂർണതയുടെ ദീനാണ്. വദീനുൽ ഫിത്ര, പ്രകൃതിദത്തമായ ദീനാണ്. ഓരോ മനുഷ്യന്റെ പ്രകൃതിക്ക് എന്തൊക്കെയാണോ ഇണങ്ങിയത് ആ ഇണങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ദീനുൽ ഇസ്ലാം. വമാ തറക്കല്ലാഹു ശൈഅൻ യുസീനുൽ മുസ്ലിമ ഇല്ലാ അമറ ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അലങ്കാരവും സൗന്ദര്യവുമായി തീരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊന്നും കൽപ്പിക്കാതെ വിട്ടിട്ടില്ല. മനുഷ്യന്റെ അലങ്കാരവും സൗന്ദര്യവും അവന്റെ ആന്തരികമായും ബാഹ്യവുമായ എല്ലാ അലങ്കാരവും സൗന്ദര്യവും അല്ലാഹു തആല ഉൾക്കൊള്ളുകയും അത് ജനങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിസ്തഹബ്ബഹു ലഹു, അതല്ലെങ്കിൽ അത് സുന്നത്താക്കിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്, വേറെ ചില ആൾക്കാർ സുന്നത്തായ കാര്യങ്ങളായി നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ സൗന്ദര്യമായി ഭവിക്കുന്ന എല്ലാം. വമാ തറക മിൻ ശൈഇൻ യുശീനു അത്ബഅഹു ഇല്ലാ നഹാ അൻഹു ഔ കരിഹു. അതേപോലെ തന്നെ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യനെ മോശമാക്കുന്ന, അവന്റെ സൗന്ദര്യത്തെ തകർക്കുന്ന, അവന്റെ ഭംഗിയെയും അഴകിനെയും ഇല്ലാതാക്കി കളയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹു തആല ഒന്നുകിൽ നിരോധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്തതാണെന്ന് വിലക്കിയിട്ടുണ്ട്. അപ്പൊ ദീനുൽ ഇസ്ലാമിന്റെ കൽപ്പനകളും വിലക്കുകളും ഒക്കെ എന്തിനുള്ള? മനുഷ്യന്റെ നന്മയും മനുഷ്യന്റെ സൗന്ദര്യവും നിലനിർത്താനുള്ളതാണ്. മനുഷ്യനെ അപഹാസ്യമാക്കി തീർക്കുന്ന എല്ലാറ്റിൽ നിന്നും മനുഷ്യന് അവന് സൗകര്യവും സംരക്ഷണവും നൽകാൻ ഉള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള സംരക്ഷണത്തിൽപ്പെട്ടതാണ് എന്ത്? മനുഷ്യൻ ശുദ്ധിയോടുകൂടി പരിശുദ്ധിയായി ജീവിക്കുക എന്ന് പറയുന്നത്. ഖദ് ഇഹ്തമ്മൽ ഇസ്ലാം ബിനദാഫത്തിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾ വൃത്തിയുള്ളവരായി തീരുക, ശുദ്ധിയുള്ളവരായി തീരുക എന്നത് ദീനുൽ ഇസ്ലാം വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളതാണ്. ഒരാളെ നിസ്കാരം നേരെയാകണമെങ്കിൽ അയാൾ ആദ്യം എന്തുണ്ടാകണം? അയാൾ പരിശുദ്ധിയുള്ളവനാകണം എന്നല്ല, ശുദ്ധി വരുത്തണം. ശുദ്ധി വരുത്തിയിട്ടേ നിസ്കരിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പൊ ശുദ്ധി വരുത്തുക എന്ന് പറയുന്ന കാര്യം 5 നേരം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട സംഗതിയാണെന്ന് പറയുമ്പോ അയാളുടെ ജീവിതം മൊത്തത്തിൽ പരിശുദ്ധിയുടെ അടയാളമായി എന്നാണ് അർത്ഥം. അത് 2 തരത്തിലുള്ള ശുദ്ധിയാണ്. ഫീ ലാഹിരിഹിം വബാത്തിനിഹിം. ഒന്ന് ബാഹ്യമായ അർത്ഥത്തിലുള്ള ശുദ്ധി, രണ്ടാമത്തെ ആന്തരികമായ അർത്ഥത്തിലുള്ള ശുദ്ധി. 2 തരം ശുദ്ധിയുണ്ട്. ബാഹ്യമായ ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? കുളിച്ചാലും കഴുകിയാലും തീരുന്ന ശുദ്ധിയാണെന്ത്? മനുഷ്യന്റെ ജീവിതത്തിലെ ബാഹ്യമായ ശുദ്ധി. നന്നായിട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ച് വേർപ്പൊഴുക്കി പണിയെടുത്തിട്ടുള്ള ഒരാൾ ശുദ്ധിയാകാൻ എന്താ ചെയ്യുക? നന്നായി പോയി സോപ്പ് തേച്ച് കുളിക്കുക. സോപ്പ് തേച്ച് കുളിച്ചാൽ അവന്റെ ശരീരത്തിൽ എല്ലാ അഴുക്കും വൃത്തികേടുകളും പോയി അവൻ നദീഫായി, വൃത്തിയുള്ളവനായി. അവൻ ശുദ്ധിയുള്ളവനായല്ല. വൃത്തിയും ശുദ്ധിയും 2ആണ്. വൃത്തിയുള്ളവനാവുക എന്ന് പറയുന്നത് അവന്റെ നല്ല വസ്ത്രം ധരിക്കുന്നു, കഴുകി വൃത്തിയാക്കുന്നു, കുളിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്താൽ വൃത്തിയുള്ളവനായി. ആ വൃത്തിയോടൊപ്പം അവൻ തഹൂറാകണമെങ്കിൽ എന്ത് വേണം? തഹൂറാകാൻ ചെയ്യേണ്ട പണിയുണ്ട്. ഒരാൾക്ക് ജനാപത്തുള്ളവനായി അവൻ കുളിച്ചു, മറ്റേ കുളി പോലെ തന്നെയുള്ള കുളിയാ. രാവിലെ എണീറ്റ് വൃത്തിയാകാനുള്ള കുളി പോലെ തന്നെ കുളിയാണ്. എന്ത് കുളി? ഒരാൾ ജനാപത്തുകാരനായുള്ള കുളി. പക്ഷെ ആ കുളിക്കൊരു വ്യത്യാസമുണ്ട്. അത് തഹാറത്താണ്. തഹാറത്ത് എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ ക്രമമുണ്ട്, അതിനൊരു കൈഫിയത്തുണ്ട്, രൂപമുണ്ട്, അതിന് നിയ്യത്തുണ്ട്. അപ്പൊ നിയ്യത്തോടുകൂടി ഞാൻ ഇന്ന അശുദ്ധി നീങ്ങാൻ വേണ്ടിയുള്ള കുളിയാണ് കുളിക്കുന്നത് എന്ന ബോധത്തോടു കൂടി ഒരാൾ കുളിച്ചു കഴിഞ്ഞാൽ അത് തഹാറത്തിന്റെ ഉള്ള കുളിയായി. അല്ല വേർപ്പൊഴിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു കുളിയാണ് കുളിക്കുന്നെങ്കിലോ അത് നദാഫത്ത്, വൃത്തിക്കുള്ള കുളിയായി. ഇപ്പൊ വൃത്തിയാവുക, നദീഫാവുക, താഹിറാകുക എന്ന് പറഞ്ഞാൽ 2 അർത്ഥത്തിന് ഉപയോഗിക്കുന്ന കാര്യമാകും നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ബാഹ്യമായ അർത്ഥത്തിൽ ശുദ്ധി ഉണ്ടാകണം. രണ്ടാമത്തതോ ആന്തരികമായ അർത്ഥത്തിൽ ശുദ്ധി ഉണ്ടാകണം. എന്താ ആന്തരികമായ അർത്ഥത്തിൽ ശുദ്ധി എന്ന് പറഞ്ഞാൽ? മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കുഫ്ർ, സത്യനിഷേധം, ഈമാനിന് വിരുദ്ധമായ കാര്യം കുഫർ ഒരാൾ ജീവിതത്തിൽ ഉണ്ടാവുക. അത് മാലിന്യമാണ്, അഴുക്കാണ്, വൃത്തികേടാണ്. ഒരാൾ യഥാർത്ഥ ഈമാനിന് പകരമായി ശിർക്ക് വെച്ച് പുലർത്തുന്നെങ്കിലോ ബഹുദൈവത്വ വിശ്വാസം ഒരാൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ ഏത് അളവോലമായിരുന്നാലും ശരി അതൊരു മാലിന്യമാണ്. ഖുർആൻ പറയില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന, വറുജ്സ ഫഹ്ജുർ, എല്ലാ റുജ്സുകളെയും നീ വെടിയാണെന്നാൽ എല്ലാ വിഗ്രഹാരാധനാപരമായ വിശ്വാസങ്ങളിൽ നിന്നും നീ പരിശുദ്ധി നേടുക. അതെവിടെ
എവിടെ ഉണ്ടാകുന്നത്? മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകുന്നതല്ല, മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്നതാണ്. മനസ്സിൽ നിന്ന് എല്ലാ വിശ്വാസ വൈകല്യങ്ങളെയും ഒഴിവാക്കുകയും അവിടെ തൗഹീദിനെ സ്ഥാപിക്കുകയും ചെയ്താൽ ആ പരിശുദ്ധിയായി. അസൂയയും കുശുമ്പും മനസ്സിൽ സൂക്ഷിക്കുന്നവരായ ആളുകൾ അത് ഒഴിവാക്കിയാൽ മാത്രമേ ആന്തരികമായ ശുദ്ധി എന്ന് പറയുന്ന സംഗതി ഉണ്ടാകുകയുള്ളൂ. അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള ശുദ്ധിയും ഒരു വിശ്വാസിയിൽ ഉണ്ടാകണം. അപ്പോൾ മാത്രമേ അവന്റെ നിസ്കാരം തന്നെ നേരെയാവുകയുള്ളൂ. കാട്ടിക്കൂട്ടലല്ല. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഉദ്ദേശത്തോടു കൂടി ചെയ്യേണ്ട കാര്യമാണ്. ആ ഉദ്ദേശത്തോട് നിർവഹിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന പരിശുദ്ധി ഒരാൾ നേടിയിരിക്കണം. അപ്പോ ഒന്നാമത്തെ ആന്തരികമായ മാലിന്യങ്ങളെ കഴുകാൻ രണ്ട് വഴിയാണ്. ഒന്ന് ശരിയായ ഈമാനിനെ പുനഃസ്ഥാപിക്കുക, രണ്ട് തഖ്വ ഉണ്ടാകുക. അതെവിടെയാ? തഖ്വ എന്നാൽ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ്. തഖ്വ കൊണ്ടും യഥാർത്ഥ ഈമാൻ കൊണ്ടും ആന്തരികമായ മാലിന്യങ്ങളെ നമുക്ക് കഴുകാൻ കഴിയും. രണ്ടാമത്തെ കാര്യം എന്താ? തഹാറത്തോ ലാഹിർ, പ്രത്യക്ഷമായ ബാഹ്യമായ ശുദ്ധി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അത് കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. എല്ലാവിധ കെതിറുകളിൽ നിന്നും ശുദ്ധിയാണ്. കെതിർ എന്ന് പറഞ്ഞാൽ എന്താ? നജസല്ലാത്തതായ സാധനങ്ങൾ. നജസല്ലാത്ത സാധനങ്ങളൊക്കെ കെതിറുകളാണ്. ഒരാള് വയലിൽ പണിയെടുക്കുന്നു, അയാൾ മേൽ മുഴുവൻ ചളിയാണ്. ആ ചളി പറഞ്ഞിട്ട് ഒരാൾ പള്ളിയിൽ പോയിട്ട് പറ്റുമോ? അയാൾ നിസ്കാരം സ്വീകരിക്കാതിരിക്കൂല. പക്ഷെ കെതിറുണ്ട്, അയാൾ കെതിറിൽ നിന്ന് ശുദ്ധിയായിട്ടില്ല. രണ്ടാമത്തെ ഹുബ്സാണ്. ഹുബ്സിൽ നിന്ന് ശുദ്ധിയാണ്. ഹുബ്സ് എന്താ? വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയും. അതിനാണ് തഹാറത്ത് ഉണ്ടാകേണ്ടത്. വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ കുളി നിർബന്ധമാകുന്ന കാര്യം, അതിൽ ശുദ്ധിയാകണം. കുളി നിർബന്ധമായ ഒരാൾ കുളിക്കാതെ പള്ളിയിൽ വരാൻ പാടില്ല, അതിൽ നിസ്കരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ വുളൂ നിർബന്ധമാകുന്ന കാര്യം, അതാണ് ചെറിയ അശുദ്ധി എന്ന് പറയും. ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ഒരാൾ ശുദ്ധിയാകുമ്പോഴേ അയാൾ തഹാറത്ത് ഉള്ളവനാകുന്നു. വൻ നജസ്, അതുപോലെ തന്നെ നജസായ, നജസ് എന്താ? മലം, മൂത്രം ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നജസായ കാര്യമാണ്. രക്തം, ഛർദിച്ചത്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നജസായ കാര്യമാണ്. അത്തരം നജസായ സംഗതികൾ മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല, മനുഷ്യന്റെ വസ്ത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല, ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇതൊന്നൊക്കെ ഒരാൾ മുക്തി നേടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരാൾ ആരോഗ്യശീലം ശീലിക്കുന്നു എന്നാണ്. അതായത് ഒരാൾ മുസ്ലിമായി നേരെ ചൊവ്വെ നിസ്കരിക്കുന്ന, ഒതു എടുക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് രണ്ടു തരം പരിശുദ്ധിയാണ്. എന്താണത്? ഒന്ന് അള്ളാഹുവിന്റെ ഇഷ്ടം നേടാനുള്ള പരിശുദ്ധി. രണ്ടാമത്തതോ മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാവിധ അനർത്ഥങ്ങളും അകൃത്യങ്ങളും അനാവശ്യങ്ങളിൽ നിന്നും മനുഷ്യന്റെ ശരീരത്തിനെയും മനസ്സിനെയും കാത്തുസൂക്ഷിക്കുവാനുള്ള കഴിവ് അതുവഴി മനുഷ്യനുണ്ടാകുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. എന്ത് പറഞ്ഞത്? അത്തഹൂറു ശത്രുൽ ഈമാൻ. അത്തഹൂറു ശത്രുൽ ഈമാൻ. തഹൂർ അഥവാ ശുദ്ധി എന്ന് പറയുന്നത് ഈമാനിന്റെ പകുതിയാകുന്നു. ഒരാളുടെ ഈമാന്റെ പകുതി ഭാഗം എന്താണ്? ഈ ശുദ്ധി ജീവിതത്തിൽ പുലർത്തലാണ്. അത് നിസ്കരിക്കാൻ പോകുമ്പോൾ മാത്രം ഉണ്ടാകേണ്ടതല്ല, ജീവിതത്തിൽ എല്ലാ സമയത്തും ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ പറയുന്ന പരിശുദ്ധി, ഈ ഒരു തഹാറത്ത് കാത്തു സൂക്ഷിക്കാൻ അയാൾക്ക് കഴിയേണ്ടതുണ്ട്. അതെന്താണ്? വിശ്വാസത്തിന്റെ പകുതിയാണ്. അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. അതിന്റെ ബാക്കിയായി റസൂൽ പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. ഒരാൾ അൽഹംദുലില്ലാഹ് എന്ന് അല്ലാഹുവിനെ പ്രകീർത്തിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യന്റെ കർമ്മങ്ങൾ തൂക്കുന്ന മീസാൻ നിറക്കുന്നതാണ്. മീസാൻ നിറക്കുന്നതാണ് അല്ലാഹുവിനെ പ്രകീർത്തിക്കൽ. വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്. ഒരാൾ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ അള്ളാഹുവിനെ വാഴ്ത്തുകയും പരിശുദ്ധിപ്പെടുത്തുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹുവിന് പരിശുദ്ധമല്ലാത്ത ഒന്നുമില്ല. അള്ളാഹുവിന്റെ ഗുണനാമ വിശേഷണങ്ങൾ ഏത് കാര്യങ്ങളും പരിശുദ്ധിയോടുകൂടിയുള്ളതാണ്. ആ പരിശുദ്ധി നമ്മൾ വാഴ്ത്തുക. അത് തംലആനിമാ ബൈനസ്സമാവാതി വൽ അർള്. ആകാശഭൂമികൾക്കിടയിലുള്ളതിനെയൊക്കെ നിറക്കാൻ മാത്രം മതിയാവുന്നതാണ്. അപ്പോ ആകാശഭൂമികൾക്കിടയിലുള്ളതിനൊക്കെ നിറക്കാൻ പര്യാപ്തമായ കാര്യമാണ് സുബ്ഹാനല്ലാഹ് എന്നൊരു അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നത്, അൽഹംദുലില്ലാഹ് എന്ന് പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുന്നത് വസ്സലാത്തു നൂർ. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ ജീവിതത്തിന്റെ വെളിച്ചമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ദുനിയാവിൽ നിസ്കരിച്ച് ജീവിക്കുന്ന ഒരാൾ നാളെ അന്ധകാരം നിറഞ്ഞ പാരത്രിക ജീവിതത്തിൽ വെളിച്ചമായി നടക്കാൻ അയാൾക്ക് നിസ്കാരം കൊണ്ട് കഴിയും. വസ്സദഖത്തു ബുർഹാൻ. സദഖ ചെയ്യുക, ദാനം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബുർഹാനാണ്. ഒരാളുടെ ജീവിതത്തിൽ ഇസ്ലാം ദീൻ നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവാണത്. വസ്സബ്റു ദിയാഹ്.
ജീവിതത്തിൽ ക്ഷമ കൈക്കൊള്ളുക എന്നുള്ളത് ലിയാ ആണ്, വെളിച്ചമാണ്. ക്ഷമ ഉള്ളവനെ വെളിച്ചുള്ളൂ. ക്ഷമയില്ലാത്തവൻ പല ഇരുട്ടിലും ചെന്ന് ചാടും. എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. വൽ ഖുർആനു ഹുജ്ജത്തുൽ ലക് ഔ അലൈക്. വിശുദ്ധ ഖുർആൻ നിനക്ക് എതിരെയുള്ള തെളിവാണ്, അല്ലെങ്കിൽ നിനക്ക് അനുകൂലമായ തെളിവാണ്. ഖുർആൻ രണ്ടു തരത്തിലാ തെളിവാകാം. ഒന്ന് നിനക്ക് അനുകൂലമായി തെളിവാകാം. എപ്പോഴാണ് അനുകൂലമായി തെളിവാകുക? നമ്മൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നു, നിത്യവും ജീവിതത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു, ഖുർആനുമായി നിരന്തരം നമ്മൾ ബന്ധപ്പെടുന്നു, ഖുർആന്റെ അഹ്കാമുകൾ നമ്മൾ പാലിക്കുന്നു, അതിനപ്പുറത്തേക്ക് പോകാൻ നമ്മൾ തയ്യാറല്ല എന്ന് ആ പ്രതിബദ്ധത പുലർത്തുന്നു എങ്കിൽ ഖുർആൻ നമുക്ക് അനുകൂലമായി തെളിവായി, നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളെ. നാളെ നമ്മൾക്ക് വേണ്ടി ഖുർആൻ ശഫായത്ത് ചെയ്യും അല്ലാഹുവിന്റെ മുമ്പിൽ. ഖുർആൻ ശഫായത്ത് ചെയ്യുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അതാണ് അതുകൊണ്ടുള്ള നേട്ടം. ഇനി അതല്ല, ഖുർആനോട് നമ്മൾ കാണിക്കുന്ന ഒരു വിവേചനമാണെങ്കിലോ, ഖുർആൻ നമ്മളെ വീട്ടിലുണ്ട്, അത് നല്ലവണ്ണം പട്ടിൽ പൊതിഞ്ഞിട്ടുണ്ട്, അത് അലമാറയിൽ വെച്ചിട്ടുണ്ട്, അശുദ്ധിയൊന്നും വരരുതെന്ന് വളരെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. മരിച്ച സമയത്ത് മാത്രം എടുത്ത് ഓതുന്ന ഏതെങ്കിലും മൊല്ലമാരെ വിളിച്ചിട്ട് ഓദിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന ഒരു ഖുർആനാണ് എങ്കിൽ അതുകൊണ്ട് ഫായിദല്ല. ഖുർആൻ അങ്ങനെ ഓതാനുള്ളതല്ല. മനുഷ്യന്റെ ജീവിതത്തിൽ, ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഓതാനും വായിക്കാനും പഠിക്കാനും അള്ളാഹു തആല ഇറക്കിയതാണ്, നമ്മുടെ ഹിദായത്തിന് വേണ്ടി ഇറക്കിയതാണ്. അത് മരിച്ചിട്ട് ഓതാനുള്ളതല്ല. അങ്ങനെ ഒരാൾ ചെയ്യുന്നുവെങ്കിൽ, അതായത് ഈ അവഗണന ഒരാൾ ഖുർആനോട് കാണിക്കുന്നുവെങ്കിൽ അതെന്താ? ഹുജ്ജത്തുൻ അലൈക. ഖുർആൻ നാളെ നിനക്ക് എതിരെ തെളിവായി വരും. പിന്നെ പറയുന്നത് എന്താ? കുല്ലുന്നാസി യഗ്ദു. ഓരോ മനുഷ്യൻ രാവിലെ തന്നെ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടും. ഓരോ മനുഷ്യന്മാർക്ക് ഓരോരോ പ്രവർത്തനങ്ങളാണ്. കച്ചവടം അവിടെ പൂട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയുള്ള വെപ്രാളമാണ്, മറുഭാഗത്ത് കച്ചവടത്തിന് കൃഷിക്ക് വേണ്ടിയുള്ള തിരക്കാണ്, അപ്പുറത്ത് ഗൾഫിലേക്ക് ഓടാനുള്ള തിരക്കാണ്. ജീവിതം അങ്ങനെയാണ്. രാവിലെ അങ്ങോട്ട് എണീറ്റ് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയുള്ള മനുഷ്യന്റെ പെടാപാടിലാണ്. കുല്ലുന്നാസി യഗ്ദു ഫബാഇഉൻ നഫ്സഹു. അങ്ങനെ ഓടിക്കതച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാര് സ്വന്തം നഫ്സിനെ കൊണ്ടുപോയി വിൽക്കുന്നു. ബാഇഉൻ നഫ്സഹു. അങ്ങനെ വിൽക്കുന്നവരായ ആളുകൾ രണ്ടു തരക്കാരാണ്. ഒന്നുകിൽ നല്ല നിലക്ക് വിൽക്കുക, രണ്ടു തരം വിൽപ്പനയുണ്ട്. ലാഭത്തിന് വിൽക്കുക, വേറെ നഷ്ടത്തിന് വിൽക്കുക. രണ്ടു തരം വിൽപ്പനയാണ്. ഫമുഅ്തിഖുഹാ. അങ്ങനെ നല്ല നിലക്ക് വിൽക്കുന്ന ഒരാളാണെങ്കിൽ മനുഷ്യന്റെ മനസ്സിനെ അവൻ വിമോചിപ്പിക്കും. എങ്ങനെയെന്നറിയോ? നല്ലത് ചെയ്തുകൊണ്ട്. ജീവിതത്തിലെ ഏത് യാത്രയാണെങ്കിലും, എവിടെ പോകുന്നവനാണെങ്കിലും ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളോ വിലക്കുകളോ കൈവിടാതെ പരിശുദ്ധമാക്കി വെക്കാൻ ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അയാൾ എന്താണ്? ജീവിതത്തിന്റെ മനസ്സിനെ മുഴത്തിക്ക് അവനെ മോചിപ്പിച്ചവനാണ്. ഔ മൂബിഖുഹ. അല്ലെങ്കിൽ മൂബിക്കായിട്ട്, മൂബിക്കുന്ന നരകത്തെ കൊണ്ടുപോയി തള്ളുക. സ്വന്തം ജീവിതത്തെ ജീവിതയാത്രയിൽ നരകത്തിൽ കൊണ്ടുപോയി തള്ളുന്നവനായിരിക്കാം. രണ്ടാലൊരു തരം ആളുകളെ ദുനിയാവിലുണ്ടാവുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇതിൽ ഒന്നാമത് പറഞ്ഞ വിഷയം എന്താണ്? അത്തഹൂറു ശത്രുൽ ഈമാൻ. തഹൂറ്, പരിശുദ്ധി, ശുദ്ധി വരുത്തുക എന്ന് പറയുന്നത് ഈമാനിന്റെ പകുതിയാകുന്നു. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം, പരിശുദ്ധി. അപ്പൊ നിസ്കരിക്കുന്നവനായ ഒരാൾ പരിശുദ്ധിയുള്ളവനായിരിക്കണം. ആ പരിശുദ്ധി ഒന്നു കൊടുക്കുക, അതുപോലെ കുളിക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ മാനസികമായി ശുദ്ധി വരുത്തുക, എല്ലാവിധ ശിർക്കിന്റെയും കുഫറിന്റെയും അംശങ്ങളിൽ നിന്നും പരിപൂർണമായി ഒരാൾ ശുദ്ധി വരുത്തുക. എല്ലാ അർത്ഥത്തിലും ശുദ്ധി വരുത്തിയാൽ ദീനുൽ ഇസ്ലാം അയാൾക്ക് പൂർണ്ണമായി. എല്ലാം കൂടിക്കഴിഞ്ഞാൽ ദീനുൽ ഇസ്ലാം അയാൾക്ക് പൂർണ്ണമായി. അതേപോലെ തന്നെ അത്തഹാറത്തു ശത്രുൽ ലിസ്സലാ എന്ന് പറയുന്നുണ്ട്. അത്തഹാറ, ശുദ്ധി വരുത്തുക എന്നത് നിസ്കാരത്തിന്റെ പകുതിയാണ്. നിസ്കരിക്കുന്നതിന് മുമ്പ് എന്ത് വേണം? ശുദ്ധി വരുത്തണം. ശുദ്ധി വരുത്തണം എന്നുള്ള എന്താ? നിസ്കാരം എന്ന് പറയുന്ന കർമ്മം നിർവഹിക്കുന്ന പകുതി ഭാഗമാണ്. എന്ന് വെച്ചാൽ ഇതില്ലെങ്കിൽ അതില്ല. ശുദ്ധിയില്ലാത്തവനാണെങ്കിലോ അവന്റെ നിസ്കാരം കാട്ടിക്കൂട്ടലാണ്, അതുകൊണ്ട് ഗുണല്ല, അതുകൊണ്ട് അത് പകുതിയാണ് എന്നും പറയുന്നുണ്ട്. അന്നഹു യഅദിലു ശത്റദ്ദീൻ എന്ന് പറഞ്ഞാൽ ഒരാൾ പരിശുദ്ധിയോടുകൂടി നിസ്കരിക്കുക. ആ പരിശുദ്ധി എന്താണ്? ദീനിന്റെ പകുതിയാണ്. അന്നഹു യഅദിലു ശത്റദ്ദീൻ, ദീനിന്റെ പകുതിയായത് മാറും. അപ്പൊ നിസ്കാരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? അവിടെ എന്താ? ഒരാള് നേരെ 5 നേരം നിസ്കരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ സംഭവിക്കുന്നത്? അയാളിൽ തഹ്സീലു തഹാറ, അയാൾ 24 മണിക്കൂറും പരിശുദ്ധിയിലായിരിക്കും. അയാൾ തഹാറത്തുണ്ടാവും. പിന്നെയോ വനലാഫത്തും മിനൽ കാദൂറാത്ത്, എല്ലാ ചളികളിൽ നിന്നും അഴുക്കിൽ നിന്നും അയാൾ ശുദ്ധിയനായിരിക്കും. തഹാർത്തും കദാർ ഞാൻ നേരത്തെ പറഞ്ഞത്. തഹാറത്ത് എന്നാൽ ബോധപൂർവ്വം ഇബാദത്തായി ചെയ്യുന്ന കാര്യം പരിശുദ്ധിക്കാണ് തഹാറത്ത് എന്ന് പറയാം. അല്ലാതെ ശരീരത്തിൽ അഴുക്കോ അതൊക്കെ ഉണ്ടെങ്കിലോ അതിൽ നിന്ന് നലാഫത്തുണ്ട്, വൃത്തിയാവുക എന്നുള്ള പണിയും നിസ്കാരത്തിൽ നടക്കുന്നുണ്ട്. മൂന്നാമത്തത് ഇസ്തിഖ്ബാലുല്ലാഹ്,
അള്ളാഹുവിനെ ഈ പരിശുദ്ധിയോടുകൂടി നമ്മൾ അഭിമുഖീകരിക്കുന്നു ബി അഹ്സനി ഹൈഅത്തിൻ, ഏറ്റവും നല്ല കോലത്തിൽ. പള്ളിയിലൊക്കെ വരുമ്പോ എന്ത് വേണം? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോ, അള്ളാഹുവിനെ അഭിമുഖീകരിക്കാൻ വരുമ്പോ ഏറ്റവും പരിശുദ്ധമായ രീതിയിലും കോലത്തിലും വരണം. അതും നിസ്കാരത്തിൽ നടക്കുന്നു. രണ്ടാമത്തെ അടുത്ത പറയുന്നത് തക്രീമുൽ മലായിക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരായ ആളുകൾക്ക് എന്തെന്നറിയോ? മലക്കുകൾ അവരെ ആദരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെയോ ഇൻശിറാഹു സദ്ർ, നിസ്കാരവും ഒന്നുമൊക്കെയുള്ള ഈ പരിസ്ഥിതി പാലിക്കുന്നവരായ ആളുകൾക്ക് ഹൃദയവിശാലത എന്ന് പറയുന്ന സംഗതി ഉണ്ടാകുന്നു. വിശാല ഹൃദയന്മാരായിത്തീരുന്നു. പിന്നെയോ നശാത്തുൽ ബദൻ, ഒരാളുടെ ശരീരം ഉന്മേഷവാനായി നിൽക്കുന്നു. ഇതൊക്കെ അതിന്റെ അർത്ഥത്തിൽ ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഗുണമാണ്. പിന്നെയോ സവാലുൽ ഹമ്മി വൽ ഖാതിറുൽ ഖബീർ, മനുഷ്യന്റെ ഹമ്മ്, ദുഃഖം, വ്യസനം, വ്യഥകൾ അതിനെ നീക്കുന്നു. ശരിയായി നിസ്കരിക്കുന്ന ഒരാൾക്ക് അതുണ്ടാകും. അതുപോലെ തന്നെ തെറ്റായ തോന്നലുകൾ, ഖാതിർ അൽ ഖാതിറുൽ ഖബീസ്, മനുഷ്യന്റെ മനസ്സിലുള്ള മോശപ്പെട്ട തോന്നലുകളൊന്നും ആരിലുണ്ടാകാൻ പാടില്ല, നിസ്കരിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാവുകയില്ല. പിന്നെയോ ഇങ്ങനെയൊക്കെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലെ എന്താണ്? ഭൗതികവും കൂടിയായ ഗുണങ്ങളാണ്. പിന്നെയോ തക്ഫീറുസ് സയ്യിആത്ത്, നേരെ ചൊവ്വ നിസ്കരിക്കുന്ന ഒരാൾക്ക് പാപങ്ങൾ മായ്ക്കപ്പെടും. റഫ്ഉദ് ദറജാത്ത്, അവരുടെ പദവികൾ അല്ലാഹു തആല ഉയർത്തിക്കൊടുക്കും. വലിദാലിക, ഈ ഗുണങ്ങളെല്ലാം ഈ പറഞ്ഞ തഹാറത്തിലൂടെയും നിസ്കാരത്തിലൂടെയും ഉള്ളത് കൊണ്ടാണ് വലിദാലിക വറദ ഫിസ്സുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയിൽ അവിടുത്തെ നടപടിയിൽ വന്നിട്ടുള്ളത് കസീറും മിൻ ഫളാഇലി തഹാറ, ജീവിതത്തിൽ തഹാറത്ത് കാത്തു സൂക്ഷിക്കുന്നവരായ ആളുകളുടെ ഫളല്, അവർക്ക് ഇത്ര ശ്രേഷ്ഠതയുണ്ട്, അതുകൊണ്ട് ഇന്ന ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഫളായിലുൽ ധാരാളമായി എണ്ണിപ്പറയാനുള്ള കാരണം ഇതൊക്കെയാണ്. അപ്പോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തേണ്ട ചിട്ട ആണ് എന്നൊരു ബോധം നമുക്കുണ്ടാകണം. നിസ്കാരം കാട്ടിക്കൂട്ടലല്ല, വുളു എടുക്കാന്നുള്ള കാട്ടിക്കൂട്ടലല്ല, ഇബാദത്തുകളൊന്നും അങ്ങനെയല്ല. വളരെ ഉദ്ദേശബോധത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രീതി കിട്ടണമെന്ന ആഗ്രഹത്തിൽ, അള്ളാഹുവിന്റെ സ്വർഗം നേടണമെന്ന ഉദ്ദേശത്തിൽ, ആഗ്രഹത്തിൽ നമ്മളത് ചെയ്യുകയും അതോടുകൂടി തന്നെ ഈ ഭൗതികമായ നേട്ടങ്ങളെല്ലാം അതുവഴി ഒരു വിശ്വാസിയിൽ വന്നു ചേരുകയും ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ ഗുണം. അങ്ങനെയുള്ള യഥാർത്ഥ നിസ്കാരക്കാരാകാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അനുഗ്രഹം നമുക്കെല്ലാം തന്ന് തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഫളായിലുകൾ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. സഹാബത്തിനെ വിളിച്ച് ചോദിക്കുകയാണ്, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ, നിങ്ങളുടെ പാപങ്ങൾ മാച്ചു തരുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടെ. വയർഫഉ ബിഹി ദറജാത്ത്, നിങ്ങളുടെ പദവികൾ അല്ലാഹുവിങ്കൽ ഉയർത്തപ്പെടുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും അവരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയും പല രീതിയിലുള്ള ശൈലികൾ ഉപയോഗിച്ചു. ആ ഒരു ശൈലിയാണ്. ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ പൊതുവെ സഹാബത്ത് എന്താ പറയാ? ഖാലു ബലാ യാ റസൂലല്ലാഹ്, അതേ റസൂലെ ഞങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ റസൂൽ പറഞ്ഞെന്താ? ഖാല ഇസ്ബാഖുൽ വുളൂ, പരിപൂർണമായി വുളു എടുക്കാം. അപ്പൊ വുളുവിന്റെ പ്രാധാന്യമാണ്. വുളു എങ്ങനെ എടുക്കുന്നത്? പരിപൂർണമായി എടുക്കാം. വുളു എടുക്കേണ്ടതിന് ക്രമമുണ്ട്, അതിന്റെ തർത്തീബുകളുണ്ട്, ഓരോന്നിനും അതിന്റെ അളവുകളും രീതികളൊക്കെ ഉണ്ട്. ആ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പരിപൂർണമായി വുളു എടുക്കുക. എപ്പ വുളു എടുക്കുന്ന അറിയോ? അലൽ മക്കാരിഹ്, വുളു എടുക്കൽ വളരെ പ്രയാസമുള്ള സമയത്ത്. അപ്പോഴാണ് ചില സമയത്തുണ്ടാവും കഠിനമായ ചൂടായിരിക്കും. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയ ആളുകൾക്കറിയാം, ഉച്ച സമയത്ത് വുളു എടുക്കുകയാണെങ്കിൽ കയ്യും പൊള്ളും, വെള്ളമായ സ്ഥലത്ത് മുഴുവൻ പൊള്ളും. അങ്ങനെയുള്ള ചൂടുള്ള സ്ഥലങ്ങളുണ്ട്. അതൊരു പ്രയാസകരമായ മക്കാരിഹിന്റെ സമയമാണ്. അതേ തന്നെ വേറെ ചില സ്ഥലങ്ങളുണ്ട്, ഒരു തുള്ളി വെള്ളം കൈമലായാൽ കൈ മരവിച്ചു പോകുന്ന സാഹചര്യം ഉണ്ട്. അങ്ങനെയുള്ള പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ പോലും എന്ത് ചെയ്യാം? ഒരാൾ സമ്പൂർണമായി വുളു എടുക്കാം, പരിപൂർണമായി വുളു എടുക്കാം. പിന്നെയോ ആ വുളു എടുത്തു കഴിഞ്ഞിട്ട് കസറത്തുൽ ഖുതാ,
ഇലൽ മസാജിദ്, ഒന്നു എടുത്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഒന്നു എടുക്കുക, നേരെ പള്ളിയിലേക്ക് നടക്കുക. ധാരാളം നടക്കുക. നിസ്കരിക്കാൻ വേണ്ടിയുള്ള നടത്തം കൂടുക. നിസ്കാരത്തിന് വേണ്ടിയുള്ള 5 നേരത്തിലുള്ള നടത്തം ഉണ്ടല്ലോ, ആ നടത്തം ജീവിതത്തിൽ കൂടുക. അതിന് ഗുണമെന്താ? ഫദാലിക്കുമുർ റിബാത്ത്, അതാണ് റിബാത്ത്, അതാണ് നിങ്ങളുടെ റിബാത്ത്. ഫദാലിക്കുമുർ റിബാത്ത്, അതാകുന്നു റിബാത്ത് എന്ന് റസൂല് പറഞ്ഞു. എന്താ റിബാത്ത് എന്ന് പറഞ്ഞോ? അതിർത്തി കാക്കലാണ്. സൈന്യത്തിന് അതിർത്തി കാക്കുന്ന സൈന്യത്തിന്റെ പണിയാണത് എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കാനുള്ള ആ നാട്ടിലെ ഭരണാധികാരി നിശ്ചയിക്കുന്ന അവിടുത്തെ സൈന്യത്തിന്റെ പണി. ആ പണിയാണെന്ത്? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പൂർണ്ണമായി വുളൂ ചെയ്ത് പള്ളിയിൽ പോയി 5 നേരം നിസ്കരിക്കുക എന്ന് പറയുന്നത് ജീവിതത്തെ എല്ലാവിധ നാശങ്ങളിൽ നിന്നും, ആ കയ്യേറ്റങ്ങളിൽ നിന്നും, എല്ലാ പൈശാചികതകളിൽ നിന്നും സംരക്ഷിക്കാൻ പറ്റിയ ഒരു റിബാത്താകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതിന്റെയൊക്കെ, ഈ പറഞ്ഞതിന്റെയൊക്കെ ആത്മാവ് ശരിയായ അർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളുകയും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും ഉൾപ്പെട്ട് ജീവിച്ച് മരിച്ചു പോകാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി പെരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.